നിങ്ങളെ അനാഥരായി വിടുകയില്ല. അനാഥർ എന്ന വാക്കിനകത്ത് നിന്ന് ആ വാക്കിനെ അപഗ്രഥിക്കുമ്പോൾ നാഥൻ ഇല്ലാത്തവരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ നാഥൻ ആയിരിക്കും. സ്തോത്രം. നാഥൻ ഇല്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ആർക്ക്? ശിഷ്യന്മാർക്ക് ഉണ്ടാകില്ല. അപ്പോൾ ശിഷ്യരാണെങ്കിൽ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം, എനിക്ക് നാഥനുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? എനിക്കൊരു നാഥനുണ്ട്. നമ്മൾ പറയാറില്ലേ, എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. സ്തോത്രം. ഇന്ത്യൻ സഭയ്ക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന ഈ ഭാരതത്തിലെ പല ഭരണാധികാരികളും ഭരണകൂടങ്ങളും ചിന്തിച്ചിട്ടുള്ളത്. എന്നാൽ അവർക്കൊക്കെ പുറമറ്റത്ത് നിന്ന് ഒരു മറുപടി, ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആളുണ്ട്. ആമൻ ചില്ലറക്കാരനല്ല ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാനുള്ളത്. കാരണം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ നാഥൻ, നമുക്ക് വേണ്ടി ജീവൻ നൽകാൻ മനസ്സ് കാണിച്ചയാള് നാഥനായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതാരാണ്? സകലത്തെയും ചമച്ചവൻ, സകലത്തിനും കാരണഭൂതനായവൻ. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അത്ര വലിയ ദൈവം നമുക്ക് നാഥനായിട്ടുണ്ട്. ശിഷ്യന്മാർ പല പ്രാവശ്യം നാഥ എന്ന് വിളിച്ചിട്ടുണ്ട്. അതെല്ലാം വൈഷമ്യതയുടെയും സംഘർഷങ്ങളുടെയും പ്രശ്നസങ്കീർണമായ അവസ്ഥയിലും വേദനയുടെയും ഒക്കെ ഘോഷയാത്ര പുറകെ ഉള്ളപ്പോഴും വിഷമവൃത്തത്തിലുമൊക്കെ ആയപ്പോഴാണ് നാഥ എന്ന് വിളിച്ചത്. ഒരു 3 വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുകയാണ്. അത് മുഴുവനും വയ്ക്കാൻ ഘടികാരം അനുവദിക്കുന്നില്ല. വേഗത്തിൽ 3 വാക്യവും പറയാം. ഒന്ന്, ലൂക്കോസ് സുവിശേഷം 5:5, 8:24, അപ്പോസ്തല പ്രവൃത്തി 4:24. ആദ്യം ലൂക്കോസ് സുവിശേഷം 5:5 ഒന്ന് വായിച്ചാട്ടെ. മതി നാഥ. ഇനി അടുത്തത് ലൂക്കോസ് 8:24 ഒന്ന് വായിച്ചു. അവിടെയും നാഥ. ഇനി ലൂക്കോസ് അല്ല അപ്പോസ്തല പ്രവൃത്തി 4:24 വായിച്ചേ. നാഥനെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഈ വിളിച്ചവരെല്ലാം ആരാ? ഈ ആദ്യം മുതലേ വിളിച്ച പുള്ളി ഈ 4-ാം അധ്യായത്തിൽ വിളിച്ചതിൽ വരെ ഉണ്ട്. ആളുടെ പേര് പത്രോസ്. പത്രോസ് ഒരു വിളി വിളിച്ചു. സ്തോത്രം. നാഥ, രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ അടുത്ത വാക്ക്, നിന്റെ വാക്കിന്. ഈ നീ ആരാ? അതിന് ഇങ്ങനെ പറയാം, നാഥ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, നാഥന്റെ വാക്കിന് വലയിറക്കാം. നാഥന്റെ വാക്കിന് വലയിറക്കാം. സ്തോത്രം. അപ്പോൾ വല നന്നായി ഇറക്കിയും കയറ്റിയും പരിചയമുള്ള കയ്യാ പത്രോസിൻ്റെത്. സ്തോത്രം. എന്നാൽ പത്രോസ് ഈ പ്രാവശ്യം ഇറക്കുന്ന ഇറക്കൽ, സ്തോത്രം, തൻ്റെ പരിചയത്തിൻ്റെ ഇറക്കല്ല, നാഥന്റെ വാക്കിൽ ഉള്ള ഇറക്കലാണ്. ഇവിടെ ഇരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടുകയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ വാക്കിൽ നിന്റെ കൈ ചലിപ്പിക്കാൻ തയ്യാറാണോ?
സ്തോത്രം. യേശുവിൻ്റെ വാക്കിൽ ആശ്രയിച്ച് നിനക്ക് ചുവട് വയ്ക്കാൻ തയ്യാറാണോ? ആരംഭം കുറിക്കാൻ തയ്യാറാണോ? വാക്കിനെ, യേശുവിൻ്റെ വാക്കിനെ ആധാരമാക്കി പ്രവർത്തിക്കാൻ. യേശുവിൻ്റെ വാക്കിനെ ആധാരമാക്കി പുറമറ്റത്തുള്ള ദൈവമക്കൾ പ്രവർത്തിക്കാൻ തയ്യാറാണോ? ഞാൻ റെഡി എന്ന് എത്ര പേര് പറയും? സ്തോത്രം. നാഥ, നിന്റെ വാക്കിനെ ഞാൻ അങ്ങ് ആധാരമാക്കാൻ പോവാണ്, അടിസ്ഥാനപ്പെടുത്താൻ പോവാണ്. ആമേൻ. നിന്റെ വാക്കിൻ പ്രകാരം ഞാൻ പ്രവർത്തിക്കാൻ പോവാണ്. ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കരയറ്റിയേ. നാഥ, ഈ ആഴ്ചയിൽ അങ്ങനെ ചില ആരംഭങ്ങൾ കുറിക്കാൻ പരിശുദ്ധാത്മാവ് വചനത്തിൽ നിന്ന് ദൂത് പറയുന്നു. നെക്സ്റ്റ്, തണ്ട് വലിച്ച് കുഴഞ്ഞു, കാറ്റടിച്ചു, പടകിൽ വെള്ളം കയറി, മുങ്ങാൻ തുടങ്ങിയപ്പോൾ മുങ്ങാൻ പോകുന്നവര് ഒരു വിളി, നാഥാ. സ്തോത്രം. അമരത്ത് നിന്ന ഉത്തരം, ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ അവൻ നാഥ എന്ന് നീ വാ തുറന്ന് വിളിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഒരു മറുപടി അമരത്തു നിന്ന് പുറപ്പെടാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. സ്തോത്രം. അമരത്ത് നിന്നുള്ള മറുപടി അവൻ നിങ്ങൾക്ക് നേർക്കല്ല. അമരത്ത് നിന്നുള്ള മറുപടി ഏതാണോ പ്രശ്നം, എവിടെയാണോ ഇളകി മറിയുന്നത്, എവിടെയാണോ കോളിളക്കം, അതിനും നേരെ വാക്ക് പുറപ്പെടുവിച്ചു അധികാരത്തോടെ. ഇന്ന് ആ വാക്ക് നിനക്ക് വേണ്ടി, നിനക്കെതിരെ ഇളകുന്ന കടലിന് നേരെ, നിനക്കെതിരെ അടിക്കുന്ന കാറ്റിന് എതിരെ, അവൻ അവൻ നിന്റെ നാഥന്റെ വാക്ക് അധികാരത്തോടെ അവൻ നിനക്ക് വേണ്ടി അവൻ ആ ദൂതേറ്റെടുത്ത് പറ, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, അവൻ എനിക്ക് വേണ്ടി പുറപ്പെടുവിക്കുന്ന അവനെ ഞാനത് തിരിച്ചറിയുന്നു, ഞാനത് വിശ്വസിക്കുന്നു. ഒരു പക്ഷേ നിന്റെ വിഷയം മൈലുകൾക്കപ്പുറത്തായിരിക്കും, രാജ്യങ്ങൾക്കപ്പുറത്തായിരിക്കും, നീ പാർക്കുന്ന രാജ്യത്തിന്റെ നിയമത്തിന് അപ്പുറത്തായിരിക്കും. എന്നാൽ നിനക്ക് വേണ്ടി അമരത്തുള്ളവൻ ആജ്ഞാപിക്കാൻ പോകുകയാണ്. അമരത്തുള്ളവൻ ഇടപെട്ടാൽ അടങ്ങാതിരിക്കാൻ കഴിയില്ല കടലിന്. അവൻ ശാന്തമാകാതിരിക്കാൻ കഴിയില്ല. അവൻ കാറ്റിന് അടങ്ങാതിരിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. സ്തോത്രം. അവര് തണ്ട് വലിച്ച് വേർത്ത് കുഴഞ്ഞത് ഒന്ന് പടകിനെ ഒന്ന് ലെവലാക്കി ബാലൻസ് നിർത്താനാ. എന്നാൽ യേശു കയറി ആമേൻ അധികാരത്തോടെ കൽപ്പിച്ചത് പടകിന് നേരെയല്ല. ആമേൻ. കാര്യം കടലിനെ ഒതുക്കാൻ ഇവരുടെ മാനുഷികമായ തണ്ടുവലിക്കൊണ്ട് സാധ്യമല്ല. എത്ര തുഴഞ്ഞാലും കടൽ ഒതുങ്ങിയില്ലെന്നേ. എത്ര പങ്കായം കൊണ്ട് എന്തൊക്കെ കാണിച്ചാലും കാറ്റ് ശാന്തമായില്ലെന്നേ. എന്നാൽ അതിന് നേരെ വാക്ക് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളവൻ, ആമേൻ, അതിന് നേരെ വാക്ക് പുറപ്പെടുവിക്കുവാൻ നാക്കെടുക്കുന്ന പകലാണ് ഇന്ന്. പകൽ എന്ന് എത്ര പേർക്ക് അകത്ത് ഉറപ്പുണ്ട്? എനിക്ക് വേണ്ടി അധികാരത്തോടെ അവൻ നാഥൻ ആധരമെടുത്ത് ആജ്ഞാപിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നോക്കണേ. 3, സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കെങ്കിൽ വിഷമവൃത്തത്തിലായി വലിയ പ്രശ്നത്തിൻ്റെ നടുവിലായിരിക്കുന്ന ജനം അവരവിടെ നിന്ന് ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് അവർ പ്രാർത്ഥിച്ചു, നാഥ. ആ വിളിക്കും അവിടെ തന്നെ ഉത്തരം. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഈ നാഥ വിളി എവിടെ നടന്നു? വിളിച്ചേച്ച് പോയി അടുത്ത കൊല്ലമല്ല മറുപടി. അവർ വിളിച്ച ക്ഷണത്തിൽ മറുപടി ഉണ്ടായി. ക്ഷണത്തിൽ മറുപടി ഉണ്ടായി. കാരണം എന്താണെന്നറിയാമോ? അവർ വിളിച്ച വിളി നാഥ എന്നാണ്.
നാഥ എന്ന് വിളിക്കുമ്പോൾ ആമേൻ, എൻ്റെ യജമാനനെ, എന്നിൽ കർത്തൃത്വം നടത്തുന്നവനെ, എൻ്റെ നായകനായവനെ, അവൻ സ്വത്ര സമ്പൂർണ്ണ ആശ്രയത്തിലും ഉറപ്പിലുമാണ് ആ വിളി. അങ്ങനെങ്കിൽ അങ്ങനെ ഇന്ന് പകലിൽ കർത്താവിനെ വിളിക്കുന്നവർക്ക് ക്ഷണത്തിൽ മറുപടി നൽകാൻ, അധികാരത്തോടെ പ്രവർത്തിപ്പാൻ ശേഷിയുള്ളവൻ, അധികാരമുള്ളവൻ, പ്രവൃത്തിയിൽ ഭയങ്കരൻ ഇന്ന് പകൽ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. പുറമറ്റം സഭ അത് തിരിച്ചറിയുന്നെങ്കിൽ ആ ദൂത് ഏറ്റെടുത്തത് സ്വോത്രം ചെയ്യാം. പ്രവൃത്തിയിൽ ഭയങ്കരൻ എനിക്ക് വേണ്ടി ഇടപെടുകയാണ്. മൂന്നാം പ്രാവശ്യം അത്യന്ത ശക്തി അവരുടെ മേൽ പകർന്നു. കണ്ണുകൾ അടയ്ക്കാം, കേട്ട ദൂതിന് മുമ്പിൽ ഏൽപ്പിക്കാം. നാം എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ, എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. കരുണയുള്ള പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. തുടർന്നുള്ള സമയത്തെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെടാൻ ദൈവം സഹായിക്കണം. അമരത്വ നാഥനുള്ളതിന് നന്ദി പറയുന്നു. ആ ബോധ്യത്തിൽ വരുന്നൊരാഴ്ച മുഴുവനും ജീവിപ്പാൻ കൃപ പകർന്നാലും അമരത്തിൽ നാഥനുള്ളത് കൊണ്ട്, അമരത്തിൽ ഇരിക്കുന്ന നാഥനെ നാഥ എന്ന് വിളിച്ചെന്ന പോലെ ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഭാരങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ വിളിക്കുന്നു. മറുപടി ക്ഷണത്തിൽ ആ സമയങ്ങളിലെല്ലാം നൽകിയ നാഥനെ, ഈ നിന്റെ മക്കളുടെ വിഷയങ്ങളുടെ മേൽ ദൈവം ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.